ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഫിസിക്സിലെ SSLC ആദ്യത്തെ ചാപ്റ്ററിന്റെ വിശേഷങ്ങളായിരുന്നല്ലേ ഡിസ്കസ് ചെയ്തത്. യെസ്, അപ്പൊ സൗണ്ട് വേവ്സിന്റെ എത്ര കാര്യങ്ങൾ മനസ്സിലായി? നമ്മൾ കുറെ അധികം കാര്യങ്ങൾ മനസ്സിലായി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓസിലേഷനിലെ ക്യാരക്ടറിസ്റ്റിക്സ്, ആംപ്ലിറ്റ്യൂഡ് എന്താ, വേവ് ലെങ്ത് എന്താ, ടൈം പീരീഡ് എന്താ, അതിന്റെ ക്വസ്റ്റ്യൻസ് എന്താ, എല്ലാം മനസ്സിലായി. യെസ്, വി ആർ ഡിസ്കസിങ്. ഇനി നമ്മൾ പോകുന്ന ഇങ്ങോട്ടേക്കാണല്ലേ, അതാ ഹെഡിങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ പലപ്പോഴും ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന സാധനത്തിനെ പഠിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നല്ല രസകരമായ കുഞ്ഞി സാധനമാണ് ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന. സാറ് പറഞ്ഞാൽ എന്താ ട്യൂണിംഗ് ഫോർക്ക് എന്നുള്ളത് കേട്ടാ. ഓക്കെ, നമുക്ക് പെണ്ണെടുത്തിട്ടാ. അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ രണ്ട് സാധനം കണ്ട, ഇങ്ങനെ ഒരു രണ്ട് സാധനത്തിന് കിടത്തി വെച്ച കണ്ട മക്കളെ, ഇതിനെയാണ് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു പഠിക്കുന്ന പോലത്തെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ പഠിക്കുന്ന ഇങ്ങനെയുള്ള ഒരു സാധനം കണ്ട. ഈ ഒരു സാധനത്തിനാണ് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിനാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ അടിച്ചാലില്ലേ, അടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ പോകാനും അറിയാം, ഇതിങ്ങനെ മുന്നോട്ട് ബാക്കോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഓസിലേഷൻ സംഭവിക്കുന്ന ഒരു സാധനമാണ് ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അതായത് ഞാനിവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വരച്ചിട്ട് ഞാനിവിടെ ഒരു മുട്ടി വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ, കണ്ട മുട്ടി ഉണ്ട് എൻ്റെ. ഓക്കെ, ഒരു മുട്ടി വെച്ചിട്ട് ഞാൻ ഈ ട്യൂണിംഗ് ഫോർക്കിനെ അടിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സംഭവിക്കാൻ, ഇത് മുന്നോട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കളിക്കുക. അതായത് മുന്നോട്ട് ബാക്കോട്ട് പോയി കളിക്കുക. ദാറ്റ് ഈസ് ഓസിലേഷൻ ആണ് ഒരു ട്യൂണിംഗ് ഫോർക്കിൽ നടക്കുന്നത് എന്ന കാര്യം മറക്കണ്ട. അത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത PPT നമുക്ക് നോക്കാം ട്യൂണിംഗ് ഫോർക്കിന്റെ ബാക്കി വിഷയം. അപ്പൊ അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ട്യൂണിംഗ് ഫോർക്ക് എന്തായാലും മനസ്സിലായി. ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇങ്ങനെ അടിച്ചാൽ മുന്നോട്ടും ബാക്കോട്ടും പോകുന്ന ഒരു സാധനമാണ്. അഥവാ ഓസിലേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അതിനെ കാണാൻ എങ്ങനെയാ, കാണാൻ വേണ്ടി എങ്ങനെയാ ഇങ്ങനെ ഒരു പഠിക്കുന്നത്, ഇവനാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്ക് നമുക്ക് രണ്ട് ട്യൂണിംഗ് ഫോർക്കാണ് നമ്മൾ ഈ ഒരു സാധനം. എന്താ നാച്ചുറൽ ഫ്രീക്വൻസി, അതല്ലാതെ നിൽക്കേണ്ട വെയിറ്റ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, സാർ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ പറ, അതല്ലാതെ നിൽക്കേണ്ട മക്കളെ ഒന്ന് കാത്തിരിക്കണം. കാത്തിരിപ്പാണല്ലോ അതിന്റെ ഒരു സുഖം കൂട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ളത് നമുക്ക് പറയാം. അതിന് മുന്നോടിയായി ട്യൂണിംഗ് ഫോർക്കിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഞാൻ എന്താ വെച്ചിട്ടുണ്ട്, ഇവിടെ ഞാനൊരു ട്യൂണിംഗ് ഫോർക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇവിടെ മറ്റൊരു ട്യൂണിംഗ് ഫോർക്ക് കിടത്തി വെച്ചിട്ടുണ്ട്. ഒരുത്തൻ ഇങ്ങനെ നിന്നിട്ടാണുള്ളത്, ഒരുത്തൻ കിടന്നിട്ടാണുള്ളത്. അപ്പൊ രണ്ട് ട്യൂണിംഗ് ഫോർക്കാണ് ഇടയിലുള്ളത്. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ അടിയിൽ കണ്ട ഒരു നമ്പർ കാണുന്നേ, ഇവിടെയുണ്ട് അതേപോലെ നമ്പർ അല്ലേ. ഈ C ഒന്നും മൈൻഡ് ആക്കണ്ട, C അല്ലാതെ എടുക്കണ്ട, C ഒന്നും ആവശ്യമില്ല. രണ്ട് നമ്പർ കണ്ട മക്കളെ, ട്യൂണിംഗ് ഫോർക്കിന്റെ 1024 ഇവിടെ 512. അപ്പൊ എന്താണ് സാർ ഈ നമ്പർ കാണിക്കുന്നതിനായിട്ട് ആയിരിക്കും സംശയം ഉണ്ടെങ്കിൽ മക്കളെ, അതാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സാറേ നാച്ചുറൽ ഫ്രീക്വൻസി? മക്കളെ ഞാൻ പറഞ്ഞില്ലേ, കാത്തിരിക്കുക, പറഞ്ഞുതരാ, സീനാക്കണ്ട. അപ്പൊ എന്താണ് എന്റെ നാച്ചുറൽ ഫ്രീക്വൻസി അല്ല നമ്മൾ കടന്നിക്കട്ടെ. അപ്പൊ ഇതാണ് ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് ട്യൂണിംഗ് ഫോർക്കിന്റെ ആ സാധനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവാൻ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഞാൻ ഈ ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് വിചാരിക്കാൻ 1024 ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് എന്നിട്ട് ഞാൻ അതിന് എന്തെങ്കിലും മുട്ടി വെച്ച് അടിക്കാൻ പോകുന്ന വിചാരിക്കാം. മുട്ടി വെച്ച് അടിച്ച് അപ്പൊ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയോ, ഇത് വൈബ്രേറ്റ് ചെയ്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വൈബ്രേഷൻ നടക്കാൻ, അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസിയുടെ വൈബ്രേഷൻ നടക്കാൻ അറിയോ, 1024 ഫ്രീക്വൻസി ആയിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യാനും. അപ്പൊ അതായത് ഇത് 1024 ഹേർട്സിലായിരിക്കും എന്ത് ചെയ്യാൻ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ, വൈബ്രേറ്റ് ചെയ്യാൻ. അതാണല്ലോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു സാധനം എടുത്ത് എൻ്റെ അതിനെന്ത് ചെയ്ത് ഇങ്ങനെ ഒരു മുട്ടി വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ, അത് 1024 വൈബ്രേഷൻ ആണ് കാണിക്കാൻ. ഓക്കെ, അത്രയും ഹേർട്സിന്റെ വൈബ്രേഷൻ ആയിരിക്കും കാണിക്കാൻ. എന്നിട്ട് ഞാൻ അതിന് പകരം ഇവനെയാണ് എടുത്ത് വിചാരിക്കാം, നമ്മളെ 512. അപ്പൊ ഞാൻ 512 എടുത്ത് എന്റെ 512 മുട്ടി വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യാൻ? യെസ്, അത് 512 ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യാൻ. അഥവാ 512 ഹേർട്സിലാണ് അത് വൈബ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത് കണ്ട, ഇവനെ എങ്ങനെ അടിച്ചാലും ഞാൻ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ 1024, ഇവനെയും ഫ്രീ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ 512. അപ്പൊ ഈ ഒരു കണ്ട, ഞാൻ എപ്പം ഫ്രീലി അതിനെ ഹിറ്റ് ചെയ്താലും അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ എന്ത് ഫ്രീക്വൻസിയിലായിരിക്കും? അതെ, നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. അതാണ് നമ്മൾ താഴെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വൈബ്രേറ്റ്സ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ വിട്ടാൽ, ഒന്നുമില്ല ഇങ്ങനെ അടിക്കാൻ വിട്ടാൽ, അപ്പൊ എന്താ ഇൻ ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി, അത് എന്തിന്റെ ഇതിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യാൻ? അതിൻ്റെതായ ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഫ്രീക്വൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവന്റെ ഫ്രീക്വൻസിയിലായിരിക്കും അവർ വൈബ്രേറ്റ് ചെയ്യാനേ. ഇപ്പൊ ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അന്റെ ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ അന്റെ ഫ്രീക്വൻസി. ഇപ്പൊ ഇവന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസി എത്രയാ? 1024. ഇവന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസി എത്രയാ? അതെ, കറക്റ്റ് ആണ്, 512. ഓക്കെ, അപ്പൊ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യാൻ. ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നാച്ചുറൽ ഫ്രീക്വൻസി മനസ്സിലായില്ലേ?
അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? അതേ കറക്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്നും കൂടി എൻ്റെ അവസാനമായിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഞാനൊരു ട്യൂണിംഗ് ഫോർക്കിനെടുത്ത് ഫ്രീ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതേത് ഫ്രീക്വൻസിയിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ആടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഈ നാച്ചുറൽ ഫ്രീക്വൻസി കാണിച്ചിട്ടുണ്ട്. അതൊന്നും പോരായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നാച്ചുറൽ ഫ്രീക്വൻസി ഡെഫിനേഷൻ അടക്കം പഠിച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ കൂടെ ഒരുമിച്ച് പറഞ്ഞാലോ? വെൻ ആൻ ഒബ്ജക്ട് വൈബ്രേറ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ in its innate frequency അതിൻ്റെതായ ഈ ഫ്രീക്വൻസിയിൽ ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നാച്ചുറൽ ഫ്രീക്വൻസി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നാച്ചുറൽ ഫ്രീക്വൻസി കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോകണല്ലേ? ഇതാ പിടിച്ചോ, അടുത്ത ടോപ്പിക്കിലോട്ട് എവിടെ പോയി? അടുത്ത ആളാ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ അളക്കത്തിന് അല്ലെങ്കിൽ നാച്ചുറൽ ആട്ടത്തിന്, അങ്ങനെ നമുക്ക് പറയാമല്ലോ അല്ലേ? ആട്ടം എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ഓസിലേഷൻ ആണല്ലോ. ഈ നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്കിന് അടിച്ചാലും അത് ആടുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ആട്ടത്തിന് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിന്, നാച്ചുറൽ ആട്ടത്തിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തെല്ലാമാണ് ഒരു ചെങ്ങായി നാച്ചുറലി ആടാനുള്ള അല്ലെങ്കിൽ നാച്ചുറലി ആട്ടുമ്പോഴുള്ള ഫാക്ടേഴ്സ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 4 ഫാക്ടേഴ്സ് ആണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്തെല്ലാം എന്ന് നോക്കിയാലോ? ഒന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എൻ ഒബ്ജക്ട്. വളരെ നല്ലൊരു കാര്യമല്ലേ ലെങ്ത് ഓഫ് എൻ ഒബ്ജക്ട്. അതായത് ഒരു നാച്ചുറൽ ആട്ടത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെങ്ങായിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ലെങ്ത് കൂടിയ ആട്ടം കൂടും, ലെങ്ത് കുറഞ്ഞ ആട്ടം കുറയും എന്ന രൂപത്തിലാണ് പറയുന്നത്. മക്കൾ തെറ്റിലേക്ക് പോലെ മക്കൾ ടോപ്പിക്കിലോട്ട് മാത്രം നിൽക്കൂലേ? അപ്പൊ എന്താണ് ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്? അതായത് ഒരു ഒബ്ജക്റ്റിന്റെ നീട്ടം കൂടിയാൽ, ഇപ്പൊ ചെറിയൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ വിചാരിക്കുക. ഇപ്പൊ ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ ചെറുങ്ങനല്ലേ ആടുള്ളൂ അല്ലേ? ചെറുതല്ലേ, കുഞ്ഞിയല്ലേ? അപ്പൊ കുഞ്ഞിങ്ങനെ ആടാൻ. അപ്പൊ അതിന്റെ എന്തായിരിക്കും? ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി കുറവായിരിക്കും. ഇനി ഒരു വലിയ സാധനം ആണെങ്കിലോ അത് നല്ലോണം ആടി. ഇത് കണ്ട, ഇതിങ്ങനെയാണ്, ഇത് കുഞ്ഞി സാധനം. ഇനി വലിയ സാധനമൊക്കെ ഉണ്ടാവും, നല്ലോണം ആടുന്നുണ്ടാ കണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് വലിയ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആര് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ ഫ്രീക്വൻസി ലെങ്ത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ലെങ്ത്തിന്റെ കളി മനസ്സിലായി. ഇതാ ചെറുത് ചെറുങ്ങനെ ആടാൻ, വലുത് ബെല്ലിങ്ങനെ ആടാൻ. അപ്പൊ നമുക്ക് മനസ്സിലായി നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആരാ? ലെങ്ത് ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ മക്കളെ, ലെങ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സൈസ്. നല്ല ബെൽത് ചെറുത്. ഓക്കെ, നമുക്കറിയാം സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ, ഞാനൊരു 2 ആളെ സൈസ് ഇട്ട് വരക്കേണ്ട. ഇവിടെ നമ്മളൊരു ചെങ്ങായുണ്ട്, രാമും പറയുന്ന ചെങ്ങായി കണ്ടേ, ഇപ്പം മെല്ലിച്ചുള്ളൊരു ചെങ്ങായിയാണ്. ഇനി രണ്ടാമതൊരു ചെങ്ങായുണ്ട്, നമ്മളെ ആരോളി വേറൊരു ചെങ്ങായുണ്ട്, കുറച്ച് തടിച്ചിട്ടുള്ളൊരു ചെങ്ങായി. ഓക്കെ, ഉണ്ടാ രണ്ടുള്ള സൈസിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സൈസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ നാച്ചുറൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായപ്പോ 2 കാര്യങ്ങൾ മനസ്സിലായല്ലേ? ഒന്നെന്താ? ലെങ്ത്, രണ്ടാമത്തെ എന്താ? സൈസ്. അപ്പൊ 2 ഫാക്ടേഴ്സ് മനസ്സിലായി എല്ലാവർക്കും. അപ്പൊ സൈസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മനസ്സിലായി? നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഇലാസ്റ്റിസിറ്റി. എന്താ ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ? എടാ ബെൽച്ചാ നീളും വിട്ടാത്താവുള്ള സാധനം. നല്ല നമ്മൾ ഓരോ സാധനത്തെ നമ്മൾ പാൻസിൽ അല്ലെങ്കിൽ അതല്ലാത്ത വേറെ സ്ഥലങ്ങളിൽ ഇലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അല്ലെ, നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നല്ലേ? ഇപ്പൊ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെൽച്ചിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡിലെടുത്ത് ഇലാസ്റ്റിക് ആണെന്ന് പറയും അല്ലേ? അപ്പൊ ഇലാസ്റ്റിസിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഇനി അടുത്തേതാണല്ലേ? അടുത്തതായിട്ട് വരുന്നതാണ് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ നേച്ചർ ഓരോ ആൾക്കാരെ ഓരോ പോലെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ലേ അങ്ങനെയല്ലേ ഉണ്ടാകുന്നല്ലേ മക്കളെ? ഓരോ ആൾക്കാരെ മെറ്റീരിയൽ ഓരോ പോലെ അല്ലേ? ചില ആൾക്കാരത് നല്ലോണം ഇതാക്കും, എന്താ പറയാൻ, നല്ല മെറ്റീരിയൽ അവർക്ക് നല്ലോണം നല്ല നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. ചില ആൾക്ക് ചെറിയ നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. ഓരോ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം പോലെ ഇരിക്കും. ഓക്കെ, തെറ്റിലേക്ക് പോലെ മക്കൾ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വന്നേ? അടുത്തതായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ നാച്ചുറൽ ഫ്രീക്വൻസിനെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ഏതെല്ലാം 4 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞേ? ലെങ്ത്, സൈസ്, ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്, അല്ലെ ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഈ 4 കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ദേ വന്നു ഒരു അതിശക്തം പോയിന്റ്, ഒരു ഗോൾഡൻ ടിപ്പ് വരുന്നുണ്ട് മക്കളെ. അപ്പൊ ഈ ഗോൾഡൻ ടിപ്പ് എന്താകല്ലേ? ഇതാ ഇങ്ങനെ പഠിച്ചാൽ മതി. ചോപ്പോണ്ട് എരിക്കല്ലേ, ഗോൾഡൻ ടിപ്പ് അല്ലേ? ഓക്കെ, ഈ 4 ആൾക്കാരെയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലെൻസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ലെൻസ്. ഇതാണ് നമ്മളെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, പഠിച്ചത് തലേക്ക് വരുന്നില്ലേ? ലെങ്സ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചാൽ. എന്താ ലെങ്സ് അല്ലേ? ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ,
സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ 4 ആൾക്കാരെ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ലെങ്ത്, രണ്ടാമത്തെ ഇലാസ്റ്റിസിറ്റി, മൂന്നാമത്തെ നേച്ചർ, നാലാമത്തെ സൈസ്. അപ്പൊ ഈ ഒരു കാര്യം മറക്കരുത്. ഇത് 1 മാർക്കിനല്ലേ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം. അപ്പൊ നിങ്ങൾ ആരും മറക്കൂലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എന്തെല്ലാം പഠിച്ച്, നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ പഠിച്ച്, നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം പഠിച്ച്. ഇനി നമുക്ക് എന്ത് കഴിക്കണം? യെസ്, അടുത്തതായി നമ്മൾ ഗുരുജി എന്താണ് പഠിപ്പിക്കുക? യെസ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ, എടാ ഒരുത്തൻ എന്നോട് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് കുലുക്കുകയാണ്. അതെന്താ? അത് ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നതാണോ, ഞാൻ ഒറ്റയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നതാണോ, ഓൻ എന്നെ പിടിച്ചിട്ട് കുലുക്കുന്നതാണോ? ഓൻ എന്നെ പിടിച്ചിട്ട് കുലുക്കുന്നതല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നതാണോ, ഓൻ എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതാണോ? യെസ്, അവൻ എന്നെ ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണല്ലേ. ഇതിനെയാണ് മക്കളെ എന്ത് പറയുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഒരുത്തം വന്നെൻ്റെ എന്ത് ചെയ്ത് എന്നെ പിടിച്ച് കുലുക്കണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ കുലുങ്ങും. ഓക്കെ. അപ്പോൾ ഇതെന്താ? ഇതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഒരു ഫോഴ്സ് കാരണമാണ് ഞാൻ എന്തെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ കിടിലം എക്സാമ്പിൾ ഇതാ സർ ഇതാ എടുക്കണം കൊടുത്തിരുന്നു. അല്ലെ, കണ്ടാ തിരിയുന്ന സാധനമല്ലോ ഇതാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഏട്ടാ ഈ ഒന്ന് വെയിറ്റ് ചെയ്യൂ, നമ്മൾ പിള്ളേരൊന്നും കരുതണ്ട. ആദ്യം ഇവൻ 2 ട്യൂണിംഗ് ഫോർക്ക് എടുത്ത്, അതിൽ ഇവൻ ആദ്യത്തെ ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് ഓനെ മുട്ടി വെച്ചിട്ട് ഏറ്റടി അടിച്ച സാധനം കണ്ട. അടിച്ച സാധനത്തിന് തൊട്ടപ്പുറത്ത് ഓൻ എന്താ തുടങ്ങി സംഭവം ഈ വീഡിയോ അടിച്ച്. പക്ഷെ അപ്പുറത്തെ ആൾ എന്ത് ചെയ്ത്? ഇവൻ കാരണം എന്താ? നമ്മളെ ഈ സുഹൃത്ത് കാരണം ഇതെന്ത് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കണ്ട, വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ട. ഒരാൾ കാരണം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ, ഒരാൾ കാരണം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പൊ മറക്കണ്ട. എന്താ മക്കളെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ? വേഗം പറഞ്ഞേ. ഒരാൾ കാരണം സാറേ മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാറേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഫോഴ്സ്ഡ് വൈബ്രേഷൻ സെറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ അല്ലേ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കഴിഞ്ഞു. അപ്പൊ ഇതാ ഈ എക്സാമ്പിൾ മറക്കണ്ട. ചെങ്ങായി വരുന്നു, വീണ്ടും അടിക്കുന്നു. അപ്പൊ അപ്പുറത്തോണ്ട് കണ്ട, ഒരാൾ കാരണം മറ്റൊരാൾ നമ്പർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഡെഫിനേഷൻ വേണം. എന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ? നമ്മൾ പറഞ്ഞ സാധനം ഇതാ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് എ വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ആണ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെതാണ്. ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു. ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജന്റ് അല്ലെ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. പുറത്തുനിന്ന് ഒരാൾ കാരണം ഒരാളിൽ ഉണ്ടാവുന്നു. ഇതാണ് ബൈ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ കാരണം. അപ്പൊ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് എ വൈബ്രേഷൻ ഓഫ് എ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു. ആര് കാരണമാണ്? ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കുന്ന ആളാരാ? എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഏജന്റ്. വേറൊരുത്തനാണ് ഇവനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ മലയാളം ഞാൻ ഏകദേശം മലയാളത്തിന്റെ ഇതിന്റെ മലയാളം എന്തായിരുന്നു പറഞ്ഞാൽ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കാരണം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. എന്താണ് നമ്മളെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു? ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ കാര്യങ്ങൾ ഡെഫിനിഷൻ മറക്കാതെ മക്കൾ എന്തായാലും ഡെഫിനറ്റ്ലി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ആ ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചു പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാണിച്ചെടുത്തേക്കിന് എക്സാമ്പിൾസ് ഫോർ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നമ്മുടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഏത് എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും? യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കുറേ അധികം എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒരുത്തൻ എന്നെ വന്ന് കുളിക്കുന്നത്, അതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ എക്സാമ്പിൾ. രണ്ടാമത് നമ്മളിങ്ങനെ പാട്ടിലും പാടുമ്പോൾ അങ്ങനത്തെ സാധനമല്ലേ കേട്ടോ. ഓക്കെ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളെ ഗിറ്റാർ. ഇപ്പൊ ഗിറ്റാറിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളല്ലേ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവനെ ഈ ആടുള്ള സാധനത്തിനെ കണ്ട നമ്മൾ കഷ്ടപ്പെട്ടോനിങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കല്ലേ. അതായത് എൻ്റെ കൈ ഇങ്ങനെ ആകുന്നതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാരണമാണ് ആ കമ്പി എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, അത് ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ഒരു എക്സാമ്പിൾ സാറിന്റെ കാണിച്ചിട്ടുണ്ട്. ഗിറ്റാർ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇതാ ദ വൈബ്രേഷൻ ഇൻ ദ സ്ട്രിംഗ് ഓഫ് ദി ഗിറ്റാർ. ഗിറ്റാറിന്റെ സ്ട്രിംഗിലുള്ളത് ഏത് വൈബ്രേഷൻ ആണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെന്ന കാര്യം ഒരാളും മറക്കണ്ട. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഇതാ അടുത്ത് പറയുന്നുണ്ട് ട്യൂണിംഗ് ഫോർക്ക്. ഇതിപ്പോ നമ്മൾ കാണിച്ചു തന്നെപ്പാ. നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് ഇങ്ങനെ അടിച്ച്. ഓക്കെ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഡയറക്റ്റ് കാണിച്ചു തരാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക് അടിച്ച് ആ ട്യൂണിംഗ് ഫോർക്കിനെ നേരെ എന്ത് ചെയ്യാൻ? ഒരു ബെഞ്ചിൽ കൊണ്ടുപോയി വെച്ച് എന്ത് സംഭവിക്കാനും അറിയോ? ആ ബെഞ്ച് വൈബ്രേറ്റ് ചെയ്യും. അതായത് ഞാനൊരു സാധനത്തിന് ഇങ്ങനെ അടിച്ച് ഞാനൊരു ബെഞ്ചിൽ കൊണ്ടുപോയി വെച്ച് എന്ത് ചെയ്യും? ബെഞ്ച് വൈബ്രേറ്റ് ചെയ്യും. അതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. എടാ നമ്മളെല്ലാം എല്ലാവർക്കും ഫോണെല്ലാം ഉണ്ടാവും അല്ലേ? ഒരു ഫോണെല്ലാം ഉണ്ടാവും, എല്ലാവരും ഫോൺ ഉണ്ടാവും. ഈ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരോ ഫോൺ വരുന്നുണ്ട്, കോള് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വിചാരിക്കാൻ. നിങ്ങൾ ഈ കോള് വരുന്ന ഫോണ് ആ ബെഞ്ചിൽ ഒന്ന് വെച്ച് നോക്കിയാട്ടെ.
നിങ്ങളെ ഡെസ്കിലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡെസ്കും ചെറുങ്ങനെ വൈബ്രേറ്റ്, ബെഞ്ചും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു ടാബിളും വൈബ്രേറ്റ് ചെയ്യില്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫോൺ കാരണമാണ് ആ ടാബിൾ എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ദിസ് ഈസ് എ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറയില്ലേ ഫിസിക്സ് മുക്കിലും മൂലയിലും ഉണ്ട്, നമ്മള് മക്കളെ വേറെ മുക്കിലും മൂലയിലും പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലും ഫിസിക്സ് മുക്കിലും മൂലയിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ മക്കളെ ഫോണിലും പിന്നെ എന്താ പറയാ ഗിറ്റാറിൽ വരെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ മറന്നു പോകണ്ട. അപ്പൊ ഇതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ രണ്ട് കിടിലം എക്സാമ്പിൾസ്. ഒന്ന് നമ്മുടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഹിറ്റ് ചെയ്ത് ചേട വെക്കുകയാണ് നമ്മളൊരു ടാബിളിൽ വെക്കുമ്പോൾ. അപ്പൊ ട്യൂണിംഗ് ഫോർക്ക് കെപ്റ്റ് ഓൺ ദ ടാബിൾ ഓൺ ദ ടോപ്പ് ഓഫ് എ ടാബിൾ ഫോഴ്സസ് ദ ടാബിൾ ടു വൈബ്രേറ്റ്. അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ടാബിളും എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഏതുപോലെ നമ്മുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടാബിൾ വെച്ചാൽ ടാബിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ. ഇതാണ് രണ്ട് എക്സാമ്പിൾസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്, വെരി 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 ഇമ്പോർട്ടന്റ്. അങ്ങനെ നമ്മൾ എന്ത് കഴിഞ്ഞിട്ടുണ്ട്, യെസ് നമ്മൾ എന്തായാലും പഠിച്ചു. എന്ത് സിമ്പിൾ അല്ലേ, ട്യൂണിംഗ് ഫോർക്ക് എന്താ മനസ്സിലാക്കി, നാച്ചുറൽ ഫ്രീക്വൻസി എന്താ മനസ്സിലാക്കി. നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ വെറുതെ പഠിച്ചാൽ അത് വൈബ്രേറ്റ് ചെയ്യും. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെതായ ഒരു ഫ്രീക്വൻസിയിലാണ്. അതിൻ്റെതായ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം പഠിച്ച്, ട്യൂണിംഗ് ഫോർക്ക് എന്താ മനസ്സിലാക്കി, നാച്ചുറൽ ഫ്രീക്വൻസി എന്താ മനസ്സിലാക്കി, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താ മനസ്സിലാക്കി, നാച്ചുറൽ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സിന്റെ കോഡ് പഠിച്ച്, ലെങ്സ് എന്താണല്ലേ കോഡ്, എല്ലാം അത് മനസ്സിലായി. ഇനി എന്ത് ചെയ്ത് എക്സാമ്പിൾസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ കിടിലം എക്സാമ്പിൾസ് അതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് പഠിക്കണ്ടേ, ഇനി അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ച സ്ഥിതിക്ക് നേരെ പോകുന്നു മക്കളെ റെസണൻസ് എന്ന് പറയുന്ന സാധനം. എന്താ മക്കളെ റെസണൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെ എന്താ റെസണൻസ് എല്ലാം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. റെസണൻസ് അല്ലെങ്കിൽ കേട്ടിട്ടില്ല അല്ലെ, അങ്ങനെ പറയരുത്, എല്ലാം കേട്ട പോലെ നിങ്ങൾ അഭിനയിക്കണം. ഓക്കെ, അത് കേട്ടിട്ടല്ലേ. എന്താ മക്കളെ റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സാർ അറിയില്ലല്ലേ എന്നാ വേജറാണ്ട് സാർ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ റെസണൻസ്. പക്ഷെ റെസണൻസ് എല്ലാം പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് 2 പേരറിയണം, ഒരു ഫോഴ്സിങ് ഒബ്ജക്റ്റും ഒരു ഫോഴ്സ്ഡ് ഒബ്ജക്റ്റും. എന്ന് പറഞ്ഞേ 2 പേരാണ് എൻ്റെ മക്കൾക്ക് അറിയേണ്ടത്. ആ 2 ആൾ ആരെല്ലാം അല്ലേ, 2 പേര് വേഗം പഠിച്ചേ, ഗുഡ് കുട്ടികളായിട്ട് പഠിച്ചേ. 2 പേര് റെസണൻസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട 2 ആൾക്കാർ അറിയണം. 2 ആൾക്കാരാ. ഒന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്, ഒന്ന് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫോഴ്സിങ് ഒബ്ജക്റ്റ്, ഫോഴ്സിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അപ്പൊ ഈ 2 പേര് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ, റെസണൻസ് പഠിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞേ 2 ആൾക്കാർ നമുക്ക് അറിയണം, ഒന്ന് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റും രണ്ടാമത്തെ ഫോഴ്സിങ് ഒബ്ജക്റ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ എന്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, നമ്മളെ റെസണൻസിന്റെ വിശേഷം. അപ്പൊ റെസണൻസ് തുടങ്ങിയിട്ടില്ല, 2 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ ഇതാ 2 സാധനങ്ങൾ എടുക്കാണ്, 2 ആൾക്കാരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ എന്ത് ചെയ്ത് 2 ട്യൂണിംഗ് ഫോർക്ക് എടുത്ത്. ഇതല്ല ഞാൻ നമ്മൾ ഈ കണ്ടീഷൻ ഈ ചങ്ങായിനെല്ലാം നമുക്ക് പഠിക്കേ, ദയവേത് കുടിച്ച് ഒന്ന് കാത്തിരിക്കണം. നമുക്ക് ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇതിലേക്ക് എത്താൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എക്സാമ്പിൾ ഞാൻ 2 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. 2 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, അവന് മുട്ടിയുണ്ടോ, ഇവിടെ മുട്ടിയുണ്ടോ? മുട്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാ 2 എക്സ്പെരിമെന്റ് ഞാനിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെരിമെന്റ് നമ്പർ 1, എക്സ്പെരിമെന്റ് നമ്പർ 2. ഓക്കെ, ആദ്യത്തെ എക്സ്പെരിമെന്റ് എടുത്തപ്പോൾ ഇതാ ഫോഴ്സിങ് ഒബ്ജക്റ്റ്. ഈ മുട്ടി വെച്ച് അടിക്കുന്ന കണ്ട, മുട്ടി വെച്ച് അടിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഫോഴ്സിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോഴ്സിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. ഇനി ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടിയൊന്നും ഇല്ലാത്ത ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിന്റെ മേലെ മുട്ടിയൊന്നും നേരിട്ട് മുട്ടിയായിട്ട് കണക്ഷൻ ഇല്ല. ഇനി ഇതാ മുട്ടി വെച്ച് അടിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയും, ഫോഴ്സിങ് ഒബ്ജക്റ്റ് എന്ന് പറയും. കാരണം ഫോഴ്സ് ചെയ്യുന്ന ആളെ. ഇതാണ് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്, മുട്ടിയൊന്നും ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. അപ്പൊ സാറേ എന്താ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്, എന്താ ഫോഴ്സിങ് ഒബ്ജക്റ്റ് മനസ്സിലായി സാറേ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? എന്താ മുട്ടി വന്നാ എന്താ ഫോഴ്സിങ്. മുട്ടിയില്ലാത്ത ഏതാ ഫോഴ്സ്ഡ്. ഓക്കെ, സെറ്റ്. അപ്പൊ അത് മനസ്സിലായി എല്ലാവർക്കും. ഇനി അപ്പൊ ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, അത് കുറച്ച് കളറിലാക്കി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഇതിന്റെ നമുക്ക് എല്ലാത്തിനും നാച്ചുറൽ ഫ്രീക്വൻസി ഒന്ന് നോക്കിയാലോ അല്ലേ. നാച്ചുറൽ ഫ്രീക്വൻസി നോക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, അതാ ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാ, 520. ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാ, 320. ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാ, 520. ഇവന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാ, 520. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ആദ്യത്തെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ആദ്യത്തെ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ഞാൻ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ആൾക്കാരെയാണ് ട്യൂണിംഗ് ഫോർക്കിനെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ എക്സ്പെരിമെന്റ് സർ നടത്തുന്ന സമയത്ത് സർ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 സെയിം ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ വെൻ ഇറ്റ് കംസ് ടു ദ സെക്കൻഡ് എക്സ്പെരിമെന്റ് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, 2 ഒരേ ഫ്രീക്വൻസി ഉള്ള, ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള 2 ട്യൂണിംഗ് ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്പെരിമെന്റിന്റെ കളി മനസ്സിലായില്ലേ? അപ്പൊ എന്തല്ല നമ്മളിപ്പോ ഈ എക്സ്പെരിമെന്റ് റെസണൻസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തല്ല, ഒന്ന് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് എന്താ മനസ്സിലായി, രണ്ടാമത് ഫോഴ്സിങ് ഒബ്ജക്റ്റ് എന്താ മനസ്സിലായി, പിന്നെ ഞാൻ എടുത്ത എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത മനസ്സിലായി. ആദ്യത്തെ കേസിൽ 2 സെയിം
രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി, പിന്നെ രണ്ട് സെയിം ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകാൻ ഗൈസ്, കറക്റ്റ് ഞാൻ മുട്ടിയെടുത്ത് അടിച്ച് പൊളിക്കാൻ പോകും. ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഇവനെ മുട്ടി നോക്കി. അപ്പൊ ഇവനെ മുട്ടിയിട്ട് ഞാൻ ഇവനെ അടുത്ത് വെച്ചപ്പോ എന്താ സംഭവിച്ചറിയോ? ഇതാ ഇവനെ മുട്ടിയപ്പോ മക്കളെ ഇതാ കണ്ടില്ലേ, ഇവൻ ഇളകി. പക്ഷെ ആരിളകിയില്ല, അപ്പുറത്തോന് ഇളകിയില്ല. അതായത് ഞാൻ എന്ത് ചെയ്ത് ആദ്യത്തേനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ വെച്ച്. അപ്പൊ ആരിളകുന്നില്ല, തൊട്ടപ്പുറത്തോൻ ഇളകുന്നില്ല. കാരണം എന്താ? കാരണം ഇവന്റെ എന്ത് വേറെതാ, നാച്ചുറൽ ഫ്രീക്വൻസി വേറെതാണ്. കറക്റ്റ്, നാച്ചുറൽ ഫ്രീക്വൻസി വേറെതാണ്. കണ്ടാ? അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റ്. ഞാൻ എന്താ ചെയ്തേ, ഞാൻ ആദ്യത്തേനെ അടുത്ത് അടിച്ചു, എന്റെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ആരിളകുന്നില്ല, തൊട്ടപ്പുറത്തോൻ എന്ത് ചെയ്യുന്നില്ല, വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഞാൻ കാര്യം ആലോചിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി, കാരണം നാച്ചുറൽ ഫ്രീക്വൻസി വേറെ പറയാ. ഇനി ഞാൻ എന്താക്കി, സെയിം ഉള്ളിടത്തേക്ക് അടിച്ചു നോക്കിയതാ, ഇവിടുന്ന് അടിച്ചു നോക്കിയതാ, അടിച്ച്. അപ്പൊ ഇവൻ ഇളകി, അതാ ഇവൻ ഇളകുന്നു. അപ്പൊ അതാ അപ്പുറത്തോ ഇളകുന്നു. അപ്പൊ രണ്ടാളും ഇളകി അല്ലേ? അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പൊ അവർക്ക് മനസ്സിലായി ഇതെന്താണ്, ഇത് രണ്ടും ഇളകാനുള്ള കാരണം എന്താണ്? അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായതുകൊണ്ടാണ്, സെയിം ആയതുകൊണ്ടാണ്. മക്കളെ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് റെസണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റെസണൻസ് എന്ന് പറയുന്നത്. കണ്ട? അപ്പൊ സംഭവം നോക്കിട്ടെ, റെസണൻസിന്റെ കുറച്ച് കളിയെല്ലാം മനസ്സിലായി. ഫുൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയാലും തിരിയാണെങ്കിലും സംഭവം കുറച്ച് മനസ്സിലായി. എന്തെല്ലാം നിങ്ങൾക്ക് മനസ്സിലായേ? സാറേ, ഒരു സാധനം ഇപ്പോൾ ഒന്നിനെ അടിച്ചിട്ട് അടുത്ത് വെച്ചാൽ രണ്ട് ട്യൂണിംഗ് ഫോർക്കും വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതല്ല നിങ്ങൾക്ക് മനസ്സിലായേ? അതായത് ഞാൻ രണ്ട് ട്യൂണിംഗ് ഫോർക്കിനെ അടുത്ത് വെച്ചിട്ട് ഒന്നിനെ അടിച്ചാൽ മറ്റൊന്ന് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി. ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലായി. അയ്യോ എൻ്റെ പിന്നെ നിലത്ത് പോയി ഗൈസ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്തായിട്ടുണ്ട്, നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലായി അല്ലേ? അപ്പൊ ഇതാണ് മക്കളെ ഈ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെസണൻസ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്ന് പഠിച്ചു നോക്കിയാലോ. അപ്പൊ ഒന്നും കൊണ്ട് മറന്നു വേണ്ട, ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആരാ സാർ പറഞ്ഞ, ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആരാ സാർ പറഞ്ഞ, മറ്റെന്താ എപ്പോഴാണ് ഒരാൾ കാരണം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യാൻ അതും ഞാൻ പറഞ്ഞാൽ എന്ത് സെയിം ആയിരിക്കണം, നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. അതാണ് നമ്മുടെ ഗുരുജി പറഞ്ഞ കണ്ടീഷൻ. കണ്ട ഇപ്പോഴാണ് ഗുരുജി പറഞ്ഞ കാര്യം മനസ്സിലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമുക്ക് ആയത്തിൽ കാര്യങ്ങൾ അറിയണമെന്ന് പറയുന്നില്ലേ. അതാണ് ചെങ്ങായി കുറച്ച് ഹാർഡായിട്ട് കാര്യം പറയുന്നത്. എന്താ കണ്ടീഷൻ ഫോർ റെസണൻസ് നടക്കണമെങ്കിൽ കണ്ടീഷൻ എന്താ? റെസണൻസ് നടക്കണ ആദ്യത്തെ കണ്ടീഷൻ എന്താ? അതിന്റെ എന്ത് സെയിം ആയിരിക്കണം, നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. കറക്റ്റ്. അപ്പൊ ഇതാണ് ഗുരുജി പറഞ്ഞത് കണ്ടീഷൻ ഫോർ റെസണൻസ്. ദ ഒബ്ജക്ട് ഷുഡ് ഹാവ് സെയിം നാച്ചുറൽ ഫ്രീക്വൻസി. ഒബ്ജക്റ്റിന് എന്ത് സെയിം ആയിരിക്കണം മക്കളെ? നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? അതെ, കറക്റ്റ്, റെസണൻസ് എന്ന് പറയുന്ന സാധനം നടക്കത്തുള്ളൂ. റെസണൻസ് നടക്കണമെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇനി എന്താ നാച്ചുറൽ ഫ്രീക്വൻസി? നമ്മളെ റെസണൻസിന്റെ ഡെഫിനിഷൻ വേണ്ടേ? അതാ പിടിച്ചോ, കേട്ടോ. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട്, അതായത് ഫോഴ്സിംഗ് ഒബ്ജക്റ്റിന്റെയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെയും അതായത് ഫോഴ്സിംഗ് ഒബ്ജക്റ്റിന്റെയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ, കണ്ട, ഈക്വൽ ആണെങ്കിൽ, അതിൽ നമ്മളിവിടെ കാണിച്ച സാധനമാണല്ലോ അവർ പറഞ്ഞ പൊതുവെ എൻ്റെ കൂടെ പറഞ്ഞ ഇത് നോക്കിയിട്ട് തന്നെ അറിയാലോ. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ഫോഴ്സ്ഡ് ഒബ്ജക്ട് ആർ ഈക്വൽ. നോക്കിയാട്ടെ, നമുക്ക് എന്തിന്റെ ആവശ്യം പോലും വന്നിട്ടില്ല, ഡെഫിനേഷന്റെ ആവശ്യം വേണ്ട. ആ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഡെഫിനേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ഫോഴ്സ്ഡ് ഒബ്ജക്ട് ആർ ഈക്വൽ. അതല്ലേ ഇവിടെ പറയുന്നത്, കണ്ട, ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്ട് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ദ ഒബ്ജക്ട് ആർ സെഡ്, ഒബ്ജക്ട് എന്തിലാണ്, ഒബ്ജക്ട് ആർ സെഡ് ടു മീൻ റെസണൻസ്. കണ്ട, ഒബ്ജക്ട് എന്തിലാണെന്ന് പറയാം, ഒബ്ജക്ട് റെസണൻസിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പൊ ഇതാ ഒബ്ജക്ട് റെസണൻസിലാണ്. ഇനി റെസണൻസിലായി കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? ദ ഒബ്ജക്ട് അണ്ടർഗോ റെസണൻസ് വിൽ വൈബ്രേറ്റ്. അവരെന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. കണ്ട, റെസണൻസിലായപ്പോൾ അതെന്തായി, രണ്ടാളും വൈബ്രേറ്റ് ചെയ്ത് കണ്ടങ്ങള്, അപ്പോൾ ദേ വിൽ വൈബ്രേറ്റ്. അപ്പോൾ അവര് റെസണൻസിലായാൽ അതെന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. The object undergo resonance will vibrate. എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? ചെറിയ ആട്ടാണോ വലിയ ആട്ടാണോ? വലിയ ആട്ടം. കണ്ട, ഇവൻ ആടുന്ന പോലെ ചങ്ങായി ആടുന്നുണ്ട. കണ്ട, 3 വര. ഇനി ഇടി 3 വര, അതേ ആട്ടം. കണ്ട, നല്ല ആട്ടം. ഓക്കെ, അപ്പോൾ ബിഗ് ആട്ടം, അഥവാ ബിഗ് ആംപ്ലിറ്റ്യൂഡ് അഥവാ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുന്നത്. സംഭവം റെസണൻസ് തീപ്പിടി സാധനമാണ്. എല്ലാവരും പറയാം റെസണൻസ് ഭയങ്കര ടഫാണ്. എന്നാൽ നമ്മൾ ഇത് അടിപൊളിയായിട്ട്, ഏറ്റവും അടിപൊളിയായിട്ട് റെസണൻസ് പഠിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെ, അങ്ങ് റെസണൻസ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്ട് കമന്റ് ബോക്സിൽ ഒരു പുകിച്ച് പൊട്ടിച്ചാടാ, പെട്ടെന്ന് ഒരു പുകിച്ച് പൊട്ടിച്ചാണേ നമ്മളെ കമന്റ് ബോക്സിൽ. ഓക്കെ, അങ്ങനെ എന്ത് വെച്ചിട്ട് മക്കളെ നമ്മള് റെസണൻസിന്റെ വിശേഷങ്ങൾ പഠിച്ചല്ലേ. അപ്പൊ എന്തെല്ലാം പഠിച്ച്? നമ്മൾ എന്താ ട്യൂണിംഗ് ഫോർക്ക് പഠിച്ചില്ലേ? പഠിച്ച്. നാച്ചുറൽ ഫ്രീക്വൻസി പഠിച്ചില്ലേ? പഠിച്ച്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാച്ചുറൽ ഫ്രീക്വൻസി പഠിച്ചില്ലേ? പഠിച്ച്. പിന്നെ എന്തെങ്കിലും പഠിച്ചേ? പിന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ പഠിച്ചില്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് എന്തും പഠിക്കാൻ വേണ്ടി പറ്റി. യെസ്,
നമുക്ക് റെസണൻസും പഠിക്കാൻ പറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റെസണൻസിന്റെ എക്സാമ്പിൾസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം, അത് പഠിക്കണം. റെഡി അല്ലേ നിങ്ങൾ പഠിക്കാൻ? ഓക്കെ, അപ്പോൾ നമ്മൾ റെസണൻസിന്റെ കാര്യങ്ങൾ, എന്താ റെസണൻസ്, എല്ലാ വിശേഷങ്ങളും മനസ്സിലാക്കിയല്ലേ? എല്ലാവർക്കും റെസണൻസ് എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഓഫ് റെസണൻസ്, റെസണൻസിൻ്റെതും പോസ്റ്റ് വൈബ്രേഷന്റെ ആപ്ലിക്കേഷൻ എക്സാമിന് ഒരു മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണിത്. അപ്പൊ അവിടെ നിന്ന് വരുന്ന 2-3 കാര്യമാണ് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്. റെസണൻസും കൂടി ഉണ്ട് കേട്ടോ. അയ്യോ, പെണ്ണെടുക്കാൻ മറന്നുപോയി. ഓക്കെ, ചോപ്പനെടുത്താലേ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്, റെസണൻസിന്റെയും ഫോഴ്സ്ഡ് വൈബ്രേഷന്റെയും ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് സാർ ഇപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തെല്ലാം ആപ്ലിക്കേഷൻ? അവിടെ ഒന്നിതാ MRI സ്കാനിങ്. അപ്പോൾ നമ്മൾ MRI സ്കാനിങ് നമുക്കറിയാലേ, പല ആൾക്കാരും MRI സ്കാനിങ് പറയാൻ. ഓക്കെ, അതല്ല MRI സ്കാനിങ് എന്നാണ് പറയാൻ. ഇപ്പൊ MRI സ്കാനിങ് അവിടെ ഇതാണ് നമ്മളെ MRI സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ MRI സ്കാനിങ്ങിലും സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നത്, റെസണൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉപയോഗിക്കുന്നത്, രണ്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് MRI സ്കാനിങ്. നേരെ പിടിച്ചോ, നമ്മൾ മറ്റേ ചേരുമ്പടി ചേർക്കുക അല്ലല്ലേ എന്തെങ്കിലും പറയാനുള്ളൂ. ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആണ് സംഭവം ഇവിടെ നമ്മൾ പ്രത്യേകം ചെയ്ത് വെക്കുന്നത്. പിന്നെ റേഡിയോ ട്യൂണിങ്, റേഡിയോ ഇങ്ങനെ നമ്മൾ മറ്റേ വർക്ക് ചെയ്യിപ്പിക്കുന്ന റേഡിയോ ഉണ്ടോ ഇല്ല, റേഡിയോ ട്യൂണിങ് തൽക്കാലം കൊടുത്തില്ല. ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഗിറ്റാർ, വയലിൻ, വീണ. അപ്പൊ ഈ ഇതിലെല്ലാം ഫോഴ്സ്ഡ് വൈബ്രേഷൻ നമുക്കറിയാലോ. ഗിറ്റാർ പറഞ്ഞ് ഇങ്ങനെ ആക്കുന്നത്, വീണ എന്ന് പറഞ്ഞാൽ എന്തോളി, വീണ ഇങ്ങനെ ആക്കുന്നതെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അതിന്റെ കളി കറക്റ്റ് അറിയില്ല കേട്ടോ. ഓക്കെ, ഗിറ്റാർ, വയലിൻ ഇതാ, അത് ഉറപ്പാന്ന് തോന്നുന്നു. ഇതാണ് വയലിന്. മറ്റേ വീണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നിൽക്കുന്ന അതാണ് സംഭവം. ഓക്കെ, പിന്നെ മൃദംഗം എക്സെട്ര. അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഫോഴ്സ്ഡ് വൈബ്രേഷൻ റെസണൻസ് ഉപയോഗിക്കുന്ന 2-3 സ്ഥലങ്ങളിൽ ഒന്ന് MRI സ്കാനിങ് ഉണ്ട്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ലൈക്ക് വയലിന്, വീണ, പിന്നെ അരോളി, പിന്നെ എന്തെങ്കിലും പറഞ്ഞ നമ്മൾ മറ്റേ ഗിറ്റാർ. ഓക്കെ അതെല്ലാം ഉണ്ട്. ഓക്കെ, മൃദംഗം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഈ സാധനത്തെ ഇങ്ങനെയാണോ അടിക്കാൻ എനിക്കറിയില്ല. ആ സാധനത്തിനെയാണ് മൃദംഗം അതന്നെ അതിങ്ങ് പറയുന്നത്. പിന്നെ സ്റ്റെതസ്കോപ്പിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റെതസ്കോപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്റ്റെത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഡോക്ടർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചളിക്കുന്ന ഇങ്ങനെ നമ്മളെ ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതന്നെ സ്റ്റെത്തസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു ലിസൺ ദ ഫീബിൾ സൗണ്ട് ഇൻ ദ ബോഡിയിലുള്ള കുഞ്ഞു സൗണ്ട്. അതെന്തന്നെയാണ് അത് കണ്ട യൂട്ടിലൈസസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ്. ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസുമാണ് അവിടെ സ്റ്റെതസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റെത്തിടാ നോക്കിയതാ, ഇതാണ് സ്റ്റെത്ത് എന്ന് പറയുന്നത്. പല ആൾക്കാരെയും വലിയ ആഗ്രഹമാണ് ഇപ്പൊ സ്റ്റെത്ത് ഇട്ടിട്ട് ഒരു ഡോക്ടർ ആവാന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കീൻ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു എന്തായിട്ട് നമ്മൾ കാണുന്നത്. ഡോക്ടർ എന്ന് പറയുന്നത് വലിയൊരു നല്ല പ്രൊഫഷൻ ആയിട്ടാണല്ലേ കാണുന്നത്. അപ്പോൾ അതെല്ലാം വലിയ ആഗ്രഹമായിരിക്കും. ഈ ക്ലാസ് കഴിക്കുന്ന പല ആൾക്കാർ ആഗ്രഹമായിരിക്കും ചിലപ്പോൾ ഒരു സ്റ്റെത്തിലിട്ട് ആൾക്കാരുടെ മുന്നിൽ നിന്ന് എനിക്ക് ഡോക്ടറാണെന്ന് പറയുന്ന പല ആൾക്കാർ വലിയ ആഗ്രഹമായിരിക്കും. അപ്പം അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹം ഇല്ലാണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതേപോലെ ഡോക്ടറല്ലേ അടിപൊളിയായിട്ട് എന്തായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ സ്റ്റെതസ്കോപ്പ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെതസ്കോപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എന്തിനാണ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്? കുഞ്ഞു സൗണ്ട്, ഫീബിൾ സൗണ്ടിന്റെ ബോഡിയിലുള്ള കുഞ്ഞു സൗണ്ടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ ഏത് ഇൻസ്ട്രുമെന്റിലേക്ക് മെഗാഫോണുടെ ഇതാണ് മെഗാഫോൺ വലിയ മറ്റേ ഇതിൽ CID മൂസയിൽ വിളിച്ചു പറയുന്നത് അത് ബോംബ് വെച്ചിട്ടുണ്ട് ഇറങ്ങി വന്നാലും ആ സാധനമില്ല, അതാണ് മെഗാഫോൺ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സച്ചാസ് ഇത് കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസണൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി ഗൈസ്? കറക്റ്റ്. ഈ ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസണൻസ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എല്ലാം അടിപൊളിയല്ലേ? അടിപൊളിയാണെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ അടുത്തേക്ക് പോകുള്ളൂ, അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി, ആപ്ലിക്കേഷൻസ് എല്ലാം മനസ്സിലായി. ഇനി നമ്മളെ കാത്തിരിക്കുന്ന ആരാണ്? യെസ് കാത്തിരിപ്പിന് വിരാമമായി ദേ വന്നു ബൂം ചിക്ക വാവ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ബൂം ചിക്ക വാവ ക്വസ്റ്റ്യൻ അല്ലേ നമ്മള് അപ്പൊ ആൾക്കാർക്ക് ചോദിക്കണ്ടേ, സാറേ കെമിസ്ട്രിയിലല്ലേ ബൂം ചിക്ക വല്ലോ? ഇല്ല റഷാദ് സാർ എവിടെ ഉണ്ടോ ആളെല്ലാം ബൂം ചിക്ക വാവ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളെ ബൂം ചിക്ക വാവ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ ഏത് ടോപ്പിക്കാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഗൈസ്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ലെറ്റ്സ് വെൽക്കം അവർ ഫസ്റ്റ് ബൂം ചിക്ക വാവ ക്വസ്റ്റ്യൻ. അപ്പൊ പിടിച്ചോ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ? ബൂം ചിക്ക വാവ ക്വസ്റ്റ്യൻ നല്ല ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇവിടെ ഒരു സാധനം ഉണ്ടായിക്കോട്ടെ. ഇതെന്ത് ടാബിളാന്ന് തോന്നുന്നുണ്ട്. ടാബിളിൽ എത്ര ആൾക്കാരുണ്ട്? A ഉണ്ട്, B ഉണ്ട്, എല്ലാം വേറെ സൈസ് ആണല്ലോ. C ഉണ്ട്, ആ Cയും Aയും ഒരേ സൈസ് ആണല്ലോ. Dയും Bയും ഒരേ സൈസ് ആണല്ലോ. അവിടെ Eയും ഒരേ സൈസ് ആണ്. F ഉണ്ട്, എല്ലാം അടിപൊളി സാധനം ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ്. അത് ഇതെല്ലാം നമ്മളെ ഹാക്സോ ബ്ലേഡ് ആണ്. ഹാക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റേക്കുന്ന നമ്മൾ ഓരോ സാധനം മുറിക്കുന്ന സാധനമല്ലേ, നമ്മൾ മറ്റേ ഓരോ മരമെല്ലാം മുറിക്കുന്ന സാധനം ഹാക്സോ ബ്ലേഡ്.
ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ വാട്ട് ഡു യു ഒബ്സർവ്? അതായത് നമ്മൾ ഈ ഹാക്സോ ബ്ലേഡിന് ചൊട്ടാൻ അപ്പം എന്താണ് സംഭവിക്കാൻ? അപ്പൊ എന്ത് ചെയ്യും? ഹാക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യും. അതല്ലാണ്ട് ഇപ്പൊ എന്താ പറയാനല്ലേ? ഓക്കെ, എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ എന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡ് നമ്മൾ എന്ത് ചെയ്യാൻ? വൈബ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഒറ്റ ചൊട്ട്, ഒരൊറ്റ ചുട്ട് കൊട്ടാൻ. ഓക്കെ, ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ കൊണ്ട് ചുട്ടാൻ. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? എ വൈബ്രേറ്റ് ചെയ്യും, തീർച്ചയായും നമ്മൾ ചുട്ടിയ എ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ എ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ വന്ന് തട്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഇവിടെ നമ്മൾ കണ്ടത് ഏതാണ്? എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ വാട്ട് ഡു യു ഒബ്സർവ്? വി ഒബ്സർവ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് നമ്മൾ കാണാൻ. ഇവിടെ എല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. അതിന് കാരണം എന്താ? ഇത് ചുട്ടിയാൽ ഇവൻ തട്ടും ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് കാണുന്നത്. ഇനി ആർ ഓൾ ദ ബ്ലേഡ് വൈബ്രേറ്റിംഗ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്? എല്ലാവരും ഒരേ ആംപ്ലിറ്റ്യൂഡിലായിരിക്കുമോ വൈബ്രേറ്റ് ചെയ്യാൻ? അല്ല. അതിന്റെ ആൻസർ അല്ല എന്നുള്ളതാണ്. എല്ലാവരും ഒരേപോലെ അല്ല വൈബ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത് മനസ്സിലായി? എല്ലാവരും വൈബ്രേറ്റ് ചെയ്യും. അതിനെന്താ പേര് പറയാൻ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നാണ് പറയാൻ. ഇനി ലാസ്റ്റ് വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ആരാണ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്നത് വൈബ്രേറ്റ് ചെയ്യാൻ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ചുട്ടുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് എല്ലാവരും ഒരേപോലെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്? അല്ല. അപ്പൊ മൂന്നാമത്തെ എന്താ? വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം? ആരാണ് ഏറ്റവും അടിപൊളിയായിട്ട് വെലിങ്ങനെ, അതായത് ഏനെ ഞാൻ ചുട്ടുന്ന സമയത്ത് ആരാണ് ഏറ്റവും നല്ലോണം വൈബ്രേറ്റ് ചെയ്യാൻ? ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ ക്ലൂ തരാം. ആദ്യത്തെ ഒരു ക്ലൂ, ബിയും ഡിയും എഫും ആണോ? ഇവർ മൂന്നാളാണോ അടിപൊളിയായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ? അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എയും സിയും ഇയും ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കറക്റ്റ്. അടിപൊളി. ഗുഡ്. ക്ലാപ്പ് എന്റെ നിങ്ങൾക്ക് പിടിച്ചോട്ടെ. അതാണ് ആൻസർ. എ സി ഇ ആണ്. ഇതാണ് ശരി, ഇതല്ല. എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ എയും സിയും ഇയും വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം? അവർക്ക് ഒരേ സൈസ് അല്ലേ? ഒരേ സൈസാണ് പറഞ്ഞതിനെ കാട്ടി നല്ലത്. അവരെല്ലാം ഫ്രീക്വൻസി, അവരെല്ലാം നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കും? നമുക്കറിയാം സൈസ് സെയിം ആയ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആവും അല്ലേ? അപ്പൊ അവരെല്ലാം നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ എനെ ചുട്ടുന്ന സമയത്ത് എയും സിയും ഇയും, നമുക്ക് വേറെ കളർ എടുത്താലേ എന്നാൽ പിന്നെ പ്രശ്നമില്ല. ചോപ്പട എയും സിയും ഇയും ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ? അടിപൊളിയായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ. അതിന് കാരണം എന്താ? അവരെല്ലാം സൈസ് ഒരേതാണ്. സൈസ് ഒരേതായ അവരെന്ത് സെയിം ആയിരിക്കും? നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഇങ്ങനെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞാൽ അവിടെ ആര് നടക്കും? അവിടെ റെസണൻസ് നടക്കും. അപ്പൊ എന്താ കാരണം എല്ലാം ചോദിച്ചാൽ നിങ്ങൾ പറയണം അവിടെ റെസണൻസ് ആണ് അതിന്റെ കാരണം. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. അപ്പോൾ അടിപൊളി ക്വസ്റ്റൻ പറഞ്ഞാൽ പിന്നെ ചോദിക്കണ്ടല്ലേ? ചോദിക്കാണ്ട് നിന്നാൽ എങ്ങനെയാ ശരിയാവാൻ? അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ മക്കൾ മറക്കണ്ട. അപ്പോൾ ഈ ബൂംചിക്ക വാവാ ക്വസ്റ്റൻ, ഈ ഒരു ക്വസ്റ്റൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ക്വസ്റ്റന്. അപ്പോൾ ഇവിടെ വന്നത് ഈ ഒരു കാര്യം ആദ്യം മറ്റൊന്ന് ചുട്ടി നോക്കി. അപ്പൊ എല്ലാവരും എന്ത് ചെയ്ത്? വൈബ്രേറ്റ് ചെയ്ത്. അതേത് വൈബ്രേഷനാ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. രണ്ടാമത്തത് എല്ലാവരും ഒരേപോലെയാണോ വൈബ്രേറ്റ് ചെയ്യാൻ? അല്ല. ചില ആൾക്കാർ നല്ലോണം വൈബ്രേറ്റ് ചെയ്യും, ചില ആൾക്കാർ നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ഇനി ആരെല്ലാമാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എയും സിയും ഇയും. എന്തുകൊണ്ടാണ് എയും സിയും? കാരണം ഏനെയാ ചൊട്ടിയത്. അപ്പൊ ഏനെ ചൊട്ടിയോണ്ടാണ് എയും സിയും ഇയും അടിപൊളിയായിട്ട് വൈബ്രേറ്റ് ചെയ്യാനുള്ള കാരണം. ഇനി സാറ് ചൊട്ടിയത് ബീനെ ആണെങ്കിൽ, ഞാൻ ടാപ്പ് ചെയ്തത് ബീനെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ബിയും ഡിയും ഇയും ആയിരിക്കും. സോറി, എഫും ആയിരിക്കും എന്നുള്ള കാര്യം മറക്കണ്ട. ഇതാണ് നമ്മളെ ബൂംചിക്ക വാവാ ക്വസ്റ്റൻ. അങ്ങനെ എന്തേലും ട്യൂണിംഗ് ഫോർക്കിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ? ട്യൂണിംഗ് ഫോർക്ക് എന്താ മനസ്സിലാക്കി, ട്യൂണിംഗ് ഫോർക്കിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ മനസ്സിലാക്കി, ട്യൂണിംഗ് ഫോർക്കിന്റെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താ മനസ്സിലാക്കി, ട്യൂണിംഗ് ഫോർക്കിന്റെ റെസണൻസ് എന്താ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ റെസണൻസിന്റെ ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷനും എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റ് അല്ലടാ? അപ്പൊ ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത് വളരെ ആൾക്കാർ ഭയങ്കര ടഫാണല്ലേ? ഇനി നിങ്ങൾക്ക് ടഫാണോ? അവിടെ ഈ ട്യൂണിംഗ് ഫോർക്ക് ഇനി നിങ്ങൾക്ക് ഇടങ്ങാറാവോ? ഇടങ്ങാറാവൂല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു പൂജിച്ച് പൊട്ടിക്കടാ. ഷാറാക്ക് റെഡി അല്ലേ? ഇനി എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.